നമുക്കറിയാം ഒരുപാട് പേര് നഴ്സിംഗിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു. ചിലവർക്ക് നല്ല അടിപൊളി ലൈഫാണ്, ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ലൈഫാണ്. പക്ഷേ ഒരുപാട് പേര് മെസ്സേജ് അയച്ചൊരു കാര്യമാണ്, ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു, പഠിക്കാൻ പാടാണ്, ഭയങ്കര ഐസൊലേഷൻ പോലെ ഒരു ഫീലിംഗ്, കൂടെയുള്ള ഫ്രണ്ട്സ് ഓക്കെ അല്ല, അതായത് അവർക്ക് പറ്റിയ ഫ്രണ്ട്സ് അല്ല, അതുപോലെ വലിയ കുടി കഞ്ചാവ് മുതലുള്ള തുടങ്ങിയുള്ള പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചായിരുന്നു. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, നമ്മുടെ വീട് വിട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഒരുപാട് പേരുണ്ട്, പല സൈക്കോകളുണ്ട്, പല സൈക്കോ സോഷ്യൽ പറയണില്ല, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്, ശരിയാണ്. പക്ഷേ അവരെ കണ്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഭാവി എന്താവും? അപ്പം എന്നാ ചെയ്യണ്ടേ? നമ്മൾ ഒരു സ്ഥലത്ത്, അതായത് ബാംഗ്ലൂരോ എവിടെയാണെങ്കിലും, ഏതൊരു ഏരിയയിലാണെങ്കിലും നമ്മുടെ അവിടെ വന്ന് നമ്മളവിടെ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ, ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാനുള്ളൊരു മനക്കരുത്തും പ്രാപ്തിയും ഉണ്ടാക്കിയെടുക്കുക. അതായത് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും എന്ത് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാൻ, ഞാൻ ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യും എന്നുള്ളൊരു രീതിയിലേക്ക് നിങ്ങൾ ആക്കിയെടുക്കുക. അത് നിങ്ങളുടെ കഴിവാണ്. നിങ്ങൾ ആക്കിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൈസായിട്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ആ റൂമിൽ നിന്ന് മാറാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. എന്നോർത്ത് അവരെ വെറുപ്പിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ നൈസായിട്ട് അവരെ വെറുപ്പിക്കാണ്ട് നൈസായിട്ട് വേറെ കുറെ കാര്യങ്ങൾ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലോ ഇൻവോൾവ് ആയി. അപ്പോൾ നിങ്ങൾ ബിസി ആയിരിക്കും, നിങ്ങൾക്ക് അവരുടെ കൂടെ ഇരിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അങ്ങനെ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ് ഉണ്ടാവും. സോ അത് നല്ലൊരു ഐഡിയ ആണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു ലൈഫിൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതുപോലെ തന്നെ മെയിനായിട്ട് കണ്ടുവരുന്ന കാര്യമാണ്, ഇപ്പോൾ ഒരുപാട് പേര് സിഗരറ്റ് വലിക്കും, കള്ളു കുടിക്കും, പലതും വലിക്കും. അപ്പോൾ അത് മറ്റുള്ളവരെ നിർബന്ധിക്കും. ഇപ്പം നമ്മളൊക്കെ ഹോസ്റ്റലിൽ പോകുന്ന സമയത്ത് അവർ മറ്റുള്ളവരെ നിർബന്ധിക്കും. നിങ്ങൾക്കത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയേണ്ട രീതിയിൽ പറയുക, അതായത് താല്പര്യമില്ല എന്നുള്ളതിൽ. അങ്ങനെ പറയുമ്പോൾ അവർ നിങ്ങളെ ഒരു ബ്ലാക്ക് മാർക്ക് അവിടെ വീഴും. അതായത് ബ്ലാക്ക് മാർക്ക് എന്ന് വെച്ചാൽ ഗുഡ് മാർക്കും ബ്ലാക്ക് മാർക്കും അല്ല, നിങ്ങളെ ഒരു ഇതാവും, അതായത് അധികപ്പറ്റാവും അവർക്ക്. നിങ്ങളൊരു അധികപ്പറ്റായിട്ട് നിങ്ങളോട് അവർക്ക് ദേഷ്യം തോന്നും. എസ്പെഷ്യലി ബോയ്സിന്റെ ഇടയിലാട്ടോ, ഗേൾസിന്റെ ഇടയിലും കണ്ടുവരുന്നുണ്ട്. വൈരാഗ്യം തോന്നും, നിങ്ങളെ അവിടെ നിന്ന് മാറ്റണം, നിങ്ങൾക്ക് എതിരാവും. അതെല്ലായിടത്തും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. പക്ഷെ നിങ്ങൾക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല, അത് എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞ പോലെ നൈസായിട്ട് നിങ്ങൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ നന്നാവാൻ വേണ്ടിയിട്ട്. നമുക്ക് ഓൺലൈനിലോ പല കാര്യങ്ങളും, ഞാൻ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇൻസ്റ്റാ റീൽ വരെ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയുള്ള പ്രശ്നം നിന്ന് മാറി നടക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ് ആയിരിക്കും. കള്ളു കുടിക്കുന്ന സിഗരറ്റ് വലിക്കുന്ന ഓരോരുത്തർ അവരുടെ ഡിപ്പെൻസ് ചെയ്തുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചെയ്യാം, അത് നിങ്ങൾ അപ് ടു യു. അല്ല എന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും ഇപ്പൊ കള്ളു കുടിക്കുന്ന ഒരാളെ കള്ളു കുടിക്കുന്ന ഒരാളെ നിർബന്ധിക്കാതെ ഒരിക്കലും. ഇപ്പൊ ഒരു ബിരിയാണി ഇഷ്ടമല്ലാത്ത ആളെ ബിരിയാണി കഴിക്കാൻ നിർബന്ധിക്കുക. ഇത് ഇൻ കേസ് എന്താണെങ്കിലും അത് അവരുടെ ഒരു ഫ്രീഡം, അവരുടെ ഇഷ്ടത്തിന് വിടുക. അതാണ് വേണ്ടത് മെയിനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾ പഠിക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് എങ്ങനെയാണ് സർവൈവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയുണ്ട്, ഷോപ്പ് എവിടെയാണ്, ബാങ്ക് എവിടെയാണ്, വേണ്ടപ്പെട്ട സാധനങ്ങൾ എവിടെയാണ്, സ്റ്റേഷനറി എവിടെയാണ്, അത്യാവശ്യം വന്ന ആശുപത്രി എവിടെയാണ്, ഇതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കണം തന്നെ. ആരെയും കൂടെ ഒരിക്കലും ആശ്രയിക്കാൻ നിങ്ങൾ അതായത് ഈ ഒരു 4 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരൊന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. 100% ഉറപ്പ് പറയാം, ഈ പറഞ്ഞ ആൾക്കാരൊന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല, നിങ്ങൾക്ക് സഹായിക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ, എന്തെങ്കിലും ഇഷ്യൂ, എന്തെങ്കിലും പ്രശ്നത്തിൽ വീണ് കഴിഞ്ഞാൽ ഒരുത്തനും നിങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല. കൂട്ടുകാരനാണെങ്കിലും ആരാണെങ്കിലും ഒരുത്തനും നിങ്ങളെ തിരിഞ്ഞു നോക്കത്തില്ല, നിങ്ങളെ രക്ഷപ്പെടുത്താൻ നോക്കത്തില്ല. കുഴി ചാടുവാണെങ്കിൽ ഒരു ചവിട്ട് കൂടെ വേണ്ടി തരും, അത്രേ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഒരുത്തനെയും വിശ്വസിക്കാൻ നിൽക്കരുത്, ഒരുത്തിനെയും വിശ്വസിക്കാൻ നിൽക്കരുത്. സ്വന്തമായിട്ട് കുറച്ച് ചങ്കുറ്റത്തോടെ കാര്യങ്ങൾ ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കി എടുക്കുക. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പൊ എല്ലാവർക്കും പോയിന്റ് കിട്ടിയല്ലോ. സെൽഫ് കോൺഫിഡൻസ്, സ്വന്തം കാലയിൽ നിൽക്കാൻ പഠിക്കുക. എല്ലാം സ്വയം ചെയ്യാനുള്ള കോൺഫിഡൻസ് വന്ന ശേഷം നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് മാറുക. ഓക്കെ, അങ്ങനെ മാറിയ ഒരാളാണ് ഞാൻ ചെയ്തത് അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് വർക്കായി, നിങ്ങൾക്കും വർക്കാവും. ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓൾറെഡി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു യൂണിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചവിട്ടിത്താത്ത സ്വാഭാവികമാണ്. അപ്പോൾ അത് മറികടന്ന് എഴുന്നേക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്നെ എല്ലാവരും കൊണ്ടും തള്ളി പറയുക, എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയെന്നും പറഞ്ഞിട്ട് ഒരു മൂലക്കെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അതല്ല ജീവിതം. നമ്മുടെ ലൈഫിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടുകാരല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഏത് നാട്ടിൽ ചെന്നാലും എത്ര വലിയൊരു കൊപ്പത്ത് ചെന്നാലും അത് അങ്ങനെയാണ്. അവർക്ക് അവരുടെ കാര്യം, അപ്പനാന്ന് കേട്ടിട്ടുണ്ടോ? നോർത്ത് പറഞ്ഞാണ് അപ്പന അവരുടെ കാര്യം, അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ചിന്തിക്കുക. ഒരിക്കലും നിങ്ങൾക്ക് നോ പറയേണ്ടടുത്ത് നോ പറയുക, എസ് പറയേണ്ടടുത്ത് എസ് പറയുക. അതിപ്പോ പ്രേമാണെങ്കിലും
തിന്നണ കാര്യമാണെങ്കിലും കുടിക്കണ കാര്യമാണെങ്കിലും വലിക്കണ കാര്യമാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ കാര്യം നമുക്ക് നന്നാവണമെന്ന് നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നന്നാവും. നമുക്ക് അവിടെ നിന്ന് മാറണമെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാറും. അല്ലാണ്ട് ഇപ്പം എനിക്ക് അങ്ങനെ അവരുടെ കൂടെ പോകണം എന്നുള്ള മൈൻഡ് ആണെങ്കിൽ അവരുടെ കൂടെ പോകും. അത് ഓരോരുത്തരുടെ ഒരു പേഴ്സണൽ ഇതാണ്, ഡിപ്പെൻസ് ആണത്. എങ്ങനെ സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരും അവരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.